നമ്മൾ ഇന്ന് നിങ്ങളുടെ ചാനൽ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടൊന്നും പറ്റും. ചപ്പന്നല്ലേ പുതിന. എനിക്കിതൊക്കെ നോക്കിയിരിക്കാനാ ഇഷ്ടം. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഭാഗ്യാണെന്ന് നമ്മൾ പറഞ്ഞു. മഞ്ഞൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ മന്തി തിന്നുമ്പോ അതിന്റെ അടിയിൽ കൂടെ കുരുമുളക് കയറി വരുന്ന? എനിക്ക് തീരെ ഇഷ്ടമല്ല. ക്യൂട്ട് മാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ചണ്ടി ചിക്കൻ തിന്നണ പോലെ ആയിരിക്കും. ചണ്ടി ചിക്കൻ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു മന്തി ഉണ്ടാക്കൽ വ്ളോഗാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ ചായയൊക്കെ കുടിച്ച് ഇരുന്നപ്പോൾ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വ്ളോഗ് എടുക്കാം, എന്തായാലും ലഞ്ച് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വ്ളോഗാക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു വ്ളോഗാണ്. നല്ല ഫണ്ണാണ് ഈ വ്ളോഗ്. കാരണം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗ് എടുക്കണം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി. തെങ്ങുണ്ട്, കൊടത്തേങ്ങയുണ്ട്. ഇത് ഗുൽമോഹർ. നിങ്ങൾ ഇങ്ങനത്തെ കായകൾ കണ്ടിട്ടുണ്ടോ? ഇത് എന്ത് കായാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. എനിക്ക് അറിയത്തില്ല. വിഷങ്കുരു. അത് തല്ലല്ലോ. ഞാൻ അത്ര പൊട്ടത്തിയൊന്നുമല്ല. ഇതാണ് ക്യാമറമാൻ. ഗായ്സ്, നമ്മളിവിടെ പണിയെടുക്കൂല, നമ്മളിതിങ്ങനെ നോക്കിയിരിക്കും. അതാണ് എനിക്കിഷ്ടം. ഞാൻ എവിടെയും പണി ഞാൻ ഒരു പണി എടുക്കൂല. ഞാൻ ഇതിന്റെ വോയിസ് ഓവർ ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇവരുടെ ചാനൽ ഇടുന്ന. അത് നമ്മളിന്ന് നമ്മളിന്ന് മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഉച്ചക്ക് നമ്മുടെ ലഞ്ച് മന്തിയാണ്. ഇവരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് മന്തി. അപ്പൊ ഞങ്ങൾക്ക് വെറൈറ്റി മന്തിയാണ് ഇത്. അതിലാ ടീച്ചറിന്റെ മന്തി. സോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അവർ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത് വെച്ചാലേ, ഇവരുടെ മന്തിന്റെ ഡീറ്റെയിൽ റെസിപ്പി കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ വീഡിയോ നിങ്ങളുടെ ചാനൽ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇവരുടെ ചാനലിൽ ഉണ്ടാവും. ചിക്കനൊക്കെ നമ്മൾ കഴുകി കുട്ടപ്പനായിട്ട് ഇവിടെ പച്ച പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരി നമ്മള് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടില്ല. അപ്പൊ നമ്മളുടെ ക്യാപ്സിക്കൻ കുനുകുന അരിയണം. കുനുകുന ആണല്ലേ, അങ്ങനെ ഒരുമാതിരി ആയിട്ട് അരിയണം. ഒരുമാതിരിയാ. അപ്പൊ നമ്മൾ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അവിടെ റിഫാബോസ് അരി കഴുകുന്നുണ്ട്. അത് കാണിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായതുകൊണ്ട് ഞാൻ മൊത്തം കാണിക്കുന്നില്ല. ഇച്ചിരി പാത്രങ്ങളുണ്ട്, അത് കഴുകിയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഫുൾ ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ എന്നാലും അപ്പൊ ഈ മന്തിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മന്തി ഒരു ഇതാണ്. മന്തി ഒരു ഇതാണ്. അതൊരു ഇതാണ്. അത് വല്ലാത്തൊരു ഇതാണ്. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാ അതൊരു ഇതാണ്. ഈ മന്തി എങ്ങനെയാണ് ഉത്ഭവിച്ചത്? ആരാണ് കണ്ടുപിടിച്ചത്? അല്ല, മന്തി ഞാനാണ് കണ്ടുപിടിച്ചത്. സ്പെഷ്യൽ കൂട്ടുണ്ട്, ഒരു പുക കിട്ടിയിട്ടുള്ള സംഭവം. അതാണ് ആ മന്തിന്റെ ലാസ്റ്റ്. ഇപ്പൊ പുകക്കാറില്ല. ആ പുക വേണം. എല്ലാവരുടെ അഭിപ്രായം മാനിച്ച് നമ്മളൊന്ന് പുകയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നീ അരി കഴുകി അല്ലെ ഞാൻ അരിയാ മര്യാദ നന്നാവാനും സമ്മതിക്കും. ഈ സാധനം ഇട്ടുള്ളൂ. നൂലുപെട്ടി കിട്ടി. അത് എടുത്തിടോ. അതൊക്കെ എനിക്കറിയാം കേട്ടോ. എനിക്ക് അറിയില്ല. ഞാൻ വലിയ ഫോർമാലിറ്റി ചോദിച്ചാണ്. മെയിനായതാണ്. എന്താണ് അതബിലൊക്കെ ചെയ്യുന്നത്? സോറി. ഇത് നമ്മളിങ്ങനെ കുഞ്ഞാന്ന് അരിയണം ചെയ്യണമെന്നാ പറഞ്ഞത്. അതപ്പോ അതെന്താടി? അത് കുടുംബത്തെ പറഞ്ഞവർക്ക് മാത്രം കിട്ടുന്ന എന്താ ഡയലോഗൊക്കെ ചെയ്യാം. ഇതാണ് താത്ത 2 മണിക്കൂർ ചെയ്തത്. ഞാൻ ഇത് ഞാനത്തെ പിടിച്ച് തിരിക്കട്ടോ. കൈ അമർത്താൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കാം. നമ്മൾ പുതിന അല്ലത് ചപ്പ് പുതിന. നമ്മളോട് ചപ്പ് പുതിന കുറച്ചുള്ളൂ. ചപ്പന്നല്ലേ പുതിന? അല്ല, 2 വേണം കൊണ്ടുവന്നിട്ട്. ഇത് ഇത് പുതിന സ്മെല്ലൊന്നാണല്ലോ. ഈ ചീനിയല്ല, അവര് വേറെ കുടുംബത്തിൽപ്പെട്ടാണ്. പക്ഷെ അവർ രണ്ടാളും ഏട്ടത്തി അനിയത്തിയാണ്.
അതാണ് അതിന്റെ ഒരു ഇത്. ശരിയാ. അവരില്ല ഒരുമിച്ച് നിന്നെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഒന്ന് ബിരിയാണിയിൽ ഇടാനും വെച്ചിട്ട്. അല്ല രണ്ടും എല്ലാത്തിനും ഇടും ഒരേപോലെ. എനിക്കിതൊക്കെ നോക്കിയെടുക്കാനാണ് ഇഷ്ടം. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. കൊച്ചു പിള്ളേർ പഠിക്കട്ടെ, കൊച്ചു താത്താരും പഠിക്കട്ടെ. എന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് ഞാൻ എന്തിനാ പഠിക്കുന്നത്? ജസ്മി PSC ഹോൾഡർ ആണ്. താങ്ക് യു. കണ്ട ബുദ്ധിയിലേക്ക് കുത്തി പറയുന്ന ഇല്ലില്ല, സത്യമാണ്. ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എത്ര നാളത്തെ കഷ്ടപ്പാടിനൊടുവിൽ 1.5 year. 1.5 വർഷം പറഞ്ഞു പഠിച്ചാണെങ്കിൽ പറഞ്ഞു പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് PSC അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന്റെ കൂടെയാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അതൊക്കെ വലിയ ഭാഗ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. പൊതിനയില് മല്ലിച്ച് ഇതേതാ അത് ഞങ്ങൾക്ക് മിക്സ് ആക്കിയതാ. മല്ലി പൊതിന് മനുഷ്യപ്പോ കൊണ്ടുപോയി പെട്ടാണ്. അപ്പൊ മിക്സായാലും പ്രശ്നം. അപ്പൊ ഇത് ഇങ്ങനെ ആക്കിയിട്ട് എന്താണ് സുഖം നാട്ടിൽ വല്ലാത്ത മന്തി ഉണ്ടാക്കല്. നേരത്തെ ആയില്ലെങ്കിൽ ഒക്കെ ഉണ്ട്. നമ്മൾ നോർമൽ എങ്ങനെ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് കാണിച്ചു കൊടുക്കും. വെറൈറ്റി മന്തിയാണ്. ആരും ഇത് ജഡ്ജ് ചെയ്യരുത്. ഇത് എന്താ ഇങ്ങനെയെന്നൊന്നും പറയരുത്. ഇത് ഇന്ത്യക്ക് നമ്മൾ സൺഫ്ലവർ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കുരുമുളക് ചാർത്താൻ പോവാണ്. മഞ്ഞൾ പ്രസാദവും. ആർക്കെങ്കിലും ഉണ്ടോ മന്തി തിന്നുമ്പോ അതിന്റെ അടിയിൽ കൂടെ കുരുമുളക് കയറി വരുന്ന? എനിക്ക് തീരെ ഇഷ്ടമല്ല. അതൊക്കെ ഓരയാക്കൂ ഞാൻ. അല്ല ഓരയാക്കിട്ട് അപ്പുറത്ത് വെക്കൂ. നമ്മൾ വേസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ച് ചെയ്തതിന് ശേഷം ചിക്കനും ഇട്ടുകാണ്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതാണ് അതിന്റെ ഒരു ഇത്. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഇത് കിട്ടും. ഇത് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. ഇത് ഞാൻ പിന്നെയും പറയാണ്, തസ്നീന്റെ സ്വന്തം റെസിപ്പിയാണ്. ഇത് നമ്മൾ ആരും അനുകരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. കുറച്ചൊക്കെ നടമ്പ് ചെയ്യണ്ടോ? അതൊന്നും ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ വൃത്തിക്കൊക്കെ കൈയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് 99.99% കീടാണുള്ള കളഞ്ഞ കൈയാണ്. 1% ഉണ്ടാകും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആയിക്കോട്ടെടി. നമ്മൾ കഴുകി വെച്ച ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് ഇടാൻ പോവാണ്. നമ്മൾ രണ്ടാളും കാണാൻ വേണ്ടി ഇരുന്നല്ല. അപ്പൊ നമ്മുടെ ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ഒരു നല്ല കളർ ചേർക്കണം. ബിക്കോസ് വി ആർ വെരി ടോക്സിക്. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊക്കെ ഇഷ്ടം. ഞങ്ങൾക്ക് നല്ലതൊന്നും ഇഷ്ടപ്പെടുത്തില്ല. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്. ക്യൂട്ട് പാത്രം. അരിന്റെ ഇടയിലേക്കല്ലേ അത് ഇതൊക്കെ അറിഞ്ഞു. ഞാൻ പണിയെടുക്കൂലെന്നേ ഉള്ളൂ. എനിക്ക് ഇതിനെ പറ്റി എല്ലാതും അറിയാം. ഒരു ഘട്ടം വന്നാൽ ഞാൻ പറയട്ടെ, എന്റെ ഒരു അഭിപ്രായത്തിൽ എന്നും നമ്മൾ പണിയെടുക്കണമെന്നില്ല. ഇല്ല, നമുക്കൊരു ഘട്ടം വന്നാൽ നമ്മൾ കുടുങ്ങരുത്. നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ജീവിക്കണം. നമ്മൾ അല്ല, പല സാഹചര്യത്തിൽ ഒറ്റപ്പെടേണ്ടി വരും. അങ്ങനത്തെ ഒറ്റക്കാവേണ്ട അവസ്ഥ വരുമ്പോൾ, ജീവിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ അറിയണം. ഒരു നുള്ള എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മള് എല്ലാ ചിക്കൻ കുട്ടന്മാര് ഒന്ന് തലോടുണ്ട്. അതുകൊണ്ട് നമ്മള് കുറച്ച് ഒരു മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. എന്നാലും അതിന് സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുള്ളൂ. ആ മാഗി ക്യൂബിന്റെ ഉള്ളിലത്തെ ആ ഉപ്പില്ലേ? അല്ല, അങ്ങനെ ഉണ്ട്. മാഗി ക്യൂബിന്റെ ഉള്ളിലത്തെ ഉപ്പുണ്ട്. നമ്മൾ വേറെ ഉപ്പൊന്നും ഇതിൽ ചേർക്കൂല. ആ ഉപ്പൊക്കെ ചിക്കനിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ 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 പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും. എങ്ങനെ പിടിക്കും? എന്റെ എണ്ണ തോന്നി പോകുന്നാവോ? ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് മാറി ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ചണ്ടി ചിക്കൻ തിന്നണ പോലെ ആയിരിക്കും. താങ്കൾ പോയി. ചിക്കന് പ്രായമാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അത് മനസ്സിലാവും. അതിനെയാണ് നമ്മൾ ചണ്ടി ചിക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ see you later. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഒരു 2000 hours later. അങ്ങനെ അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല.
ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ 1 മണിക്കൂർ ഇത് നമ്മളുടെ നമ്മൾ കുട്ടപ്പനെ കാണിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ കുട്ടപ്പന്റെ അവസ്ഥ ഇതാണ്. ചക്കപ്പനാണ്. പാവം അപ്പൊ അത് 1 മണിക്കൂർ ഇതിങ്ങനെ എവിടെ നോക്കണ്ടി റബ്ബേ, ഈ 1 മണിക്കൂർ ഇതിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. 2000 years later. കുറച്ച് വാഗമൺ ചോക്ലേറ്റ് എടുക്കും. വാഗമൺ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഡാഡി വാഗമൺ പോയി വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ്. സോ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊന്ന് കഴിച്ച് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് തീർന്നു. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കാം. മന്തിയൊക്കെ നല്ല അടിപൊളി മന്തിയാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ ഇവരെടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എണീച്ച് വന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇതിന് ഉപ്പ വന്നിന് ഞങ്ങൾ കൊണ്ടുവരാൻ. അപ്പോൾ ഉപ്പ വാഗമൺ പോയി ട്രിപ്പ് പോയി വന്നതേന് ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പം നമുക്ക് ചോക്ലേറ്റും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നീനി. ഞങ്ങളുടെ വീട്ടിലെ പ്രകൃതി മനോഹാരിത നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രകൃതി മനോഹാരിത. ഒരുപാട് ചെടികളുണ്ട്, അതുപോലെ പഴങ്ങളുണ്ടാകും. നിങ്ങൾക്കെല്ലാം ഒന്ന് കാണിച്ചു തരും. ഈ ചെടിയുടെ പേരാണ് പൂച്ചവാൽ. ഇത് ഭയങ്കര നൊസ്റ്റുമാണ്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് എനിക്കറിയില്ല. എനിക്ക് ചെടിനെ പറ്റിയിട്ട് ഒരു ABCD പോലും അറിയില്ല. പ്ലാസ്റ്റിക് പോലെ അതാണ് നോക്കാം. പ്ലാസ്റ്റിക്കിന്റെ അറ്റാണ്. എനിക്കറിയില്ല. ഈ ചെടിനെ പറ്റി അറിയുന്നവർ കമന്റ് ചെയ്യാം. നമ്മളൊരു ചായയും കുടിച്ച് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളതിന് വീഡിയോ. നമ്മൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അത് മസ്റ്റാണ്. അപ്പോൾ ഇത്ര ഉള്ളതിന് ബൈ.